നിങ്ങൾ മരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ലാഭമാണോ നഷ്ടമാണോ? അതായത് നിങ്ങൾ മരിക്കുമ്പോൾ ആളുകൾ സന്തോഷിക്കുമോ അല്ലെങ്കിൽ ദുഃഖിക്കുമോ? അവർ ദുഃഖിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം കൊണ്ട് അവർക്ക് വളരെ നേട്ടമുണ്ടായി അല്ലെങ്കിൽ ആ ഒരു ആഘാതമുണ്ടായി, അതുകൊണ്ടാണ് അവർ ദുഃഖിക്കുന്നത്. പക്ഷേ സന്തോഷിക്കുകയാണ്, ഓ അവൻ പോയി കിട്ടി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ കൊണ്ടൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ദുഷ്ടന്മാരായവർ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവർ സന്തോഷിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നല്ലവരുടെ കാര്യമാണ്. ആ നല്ല വ്യക്തികൾ അവർ നിങ്ങൾ മരിക്കുമ്പോൾ സങ്കടപ്പെടണം. കാരണം നിങ്ങളുടെ ജീവിതം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഒരു കാര്യം, ലോകത്തിൽ പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് മരിക്കാനായിട്ട് ഭയമില്ല. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ നോക്കിയാൽ അവരുടെ പ്രവൃത്തികളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവർക്ക് മരിക്കാൻ ഭയമാണ്. പക്ഷെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും ബൈബിളിൽ. യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, അവനെ വിശ്വസിക്കുകയും അവൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. അതായത് ആ വ്യക്തി മരിച്ചാലും ജീവിക്കും. കാരണം യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മാതൃക പിന്തുടർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും. കാരണം യേശുക്രിസ്തു ആയിരുന്നതുപോലെ അവൻ ലോകത്തുനിന്ന് പോയപ്പോൾ വളരെ വലിയ നഷ്ടമാണ് ലോകത്തിനുണ്ടായത്. പക്ഷെ അവൻ പോയതിന് ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ തന്ന കാര്യങ്ങൾ അത് വളരെ വലുതാണ്. അത് തരാൻ വേണ്ടിയിട്ടാണ് അവൻ പോയതും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ആർക്കും മരണത്തെ തടയാനോ അല്ലെങ്കിൽ മരിക്കുന്നത് എപ്പോഴാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതെന്ന് തീരുമാനിക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് തീരുമാനിക്കാം, എങ്ങനെ ജീവിക്കണം എന്ന് ഇന്ന് തീരുമാനിക്കാം. അതിനനുസരിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് അവർക്കുണ്ട്. എങ്ങനെ മരിക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പും അതൊക്കെ നമ്മുടെ കയ്യിലല്ല. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ആ ഒരു തിരഞ്ഞെടുപ്പുണ്ട് കേട്ടോ, എങ്ങനെ മരിക്കണം, എപ്പോൾ മരിക്കണം. പക്ഷെ എങ്കിൽ പോലും അവർക്ക് പോലും തീരുമാനിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണശേഷം എവിടെയാണ് പോകുന്നത്. അത് തീരുമാനിക്കുന്നത് അവരല്ല. അതുകൊണ്ട് തന്നെ ഒരു മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിത്യജീവിതം ആകണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ അനുസരിക്കുക, അവൻ്റെ വചനം അനുസരിച്ച് മുമ്പോട്ട് പോകുക. നിത്യമരണമാണ് വേണ്ടെങ്കിൽ, അതായത് നിത്യനാശം എന്ന ശിക്ഷാവിധിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതൊന്നും അനുസരിക്കേണ്ടതില്ല. ഒന്നും ചെയ്യാതെ മുമ്പോട്ട് കടന്നു പോയാൽ മതി. താങ്ക് യു.